അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസിന് ഒരുക്കമായി ശാലോം ടെലിവിഷനിലൂടെ നടത്തപ്പെടുന്ന അതിശക്തമായ പ്രാർത്ഥന ശുശ്രൂഷയാണ് ജോഷ പ്രയർ. ഇതിലൂടെ ദൈവം നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് വിശുദ്ധീകരിക്കുന്നു, വലിയ അഭിഷേകത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ഉയർത്തുന്നു. ഈ സമയം സാധിക്കുന്ന ദൈവമക്കൾ മുട്ടുകൾ കുത്തി കരങ്ങൾ കൂപ്പിപ്പിടിച്ച് തിരുവസ്തുരുമായി ഈശോ കടന്നു വരുന്ന സമയം ഈശോയെ ഒന്നേറെ നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം യേശു യേശു യേശുവെ എല്ലാ വ്യക്തികളെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന 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 ആരാധന. ഒരിക്കലും ചേർത്ത് പാടി ആരാധിക്കാം. തിരുവസ്തുരുവിനായി ഈശോയെ ഒന്നേർന്ന് ആരാധിക്കുമ്പോൾ വലിയ അടയാളങ്ങളും വിടുതലും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന സമയമാണ്. ഓ കർത്താവായ യേശുവേ, തിരുവസ്തുരുവിനായി ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നേർന്ന് ആരാധിക്കുന്നു. ആരാധനയുടെ
ചേർന്നു പാടും. ആരാധന 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 ആരാധന. ഒരു നിമിഷം കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് യേശുവേ 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 എന്ന് സ്തുതിക്കട്ടെ. വലിയ ദൈവികമായ ശക്തി നമ്മുടെ കുടുംബങ്ങളെ വെളിപ്പെടാൻ വേണ്ടി, കുടുംബത്തിലെ ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി, കുടുംബ തകർച്ചകൾ വിട്ടുപോകാൻ വേണ്ടി, കുടുംബത്തിലേക്ക് വലിയൊരു അഭിഷേകം വ്യാപിക്കാൻ വേണ്ടി, നമ്മുടെ ഓരോ ഭവനങ്ങളും ദൈവത്തിന്റെ ഭവനങ്ങളായി രൂപാന്തരപ്പെടാൻ വേണ്ടി എല്ലാ ദൈവമക്കളും യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവം നമ്മുടെ കുടുംബങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ദൈവം നമ്മുടെ കുടുംബങ്ങളെ ഉയർത്തുന്ന സമയമാണ്. ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിന്റെ ഭവനങ്ങളായി രൂപാന്തരപ്പെടുന്ന സമയമാണ്. ഇരുവരങ്ങ് സുഖത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് വിളിക്കുന്നു യേശുവേ. റബീഷ് 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 യേശുവേ 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 യേശുവേ. ഇന്നീ ദിവസം നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്ന വചന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ തിരുവചനമാണ്. വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പ്രിയമുള്ള ദൈവമക്കളെ, സ്വാഭാവികമായ ഒരു ചോദ്യമാണ് പരിശുദ്ധ കന്യാമറിയമോട് ചോദിക്കുക. എന്നാൽ സ്വാഭാവികമായി ഈ ചോദ്യത്തിന് പിന്നിൽ ഏത് ഒളിഞ്ഞിരിപ്പുണ്ട്? അവിശ്വാസം ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവം നൽകുന്ന വാഗ്ദാനം അത് പൂർണ്ണമായ അളവിൽ സ്വീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്നെയും നിങ്ങളുടെ മനസ്സിൽ അവിശ്വാസം കടന്നു വരുമ്പോഴാണ് ഞാൻ നിങ്ങളും ഇപ്രകാരം ചോദിക്കുക: ദൈവമേ, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇങ്ങനെയൊരു സംശയത്തിൻ്റെ ഒരു മേഖല, അവിശ്വാസത്തിൻ്റെ ഒരു മേഖല നമ്മുടെ നിത്യജീവിതത്തിലെ കുടുംബത്തിൽ കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിൽ കടന്നു വരാൻ തടസ്സമാണ്. അനവധി കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാനും ഉയർത്താനും ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന കുടുംബത്തെ ഉയർത്താൻ സാധിക്കാതെ പോകുന്നതിൻ്റെ ഏക കാരണം നമ്മൾ തിരിച്ചറിയണം. ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന അവിശ്വാസത്തിൻ്റെ ചിന്തകളാണ്. അവിശ്വാസം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ദൈവികമായ ശക്തിക്ക് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. തിരുവസ്തുവിനായ ഈശോ, എന്നെയും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന അവിശ്വാസ ചിന്തകൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക? എങ്ങനെയാണ് എനിക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരിക? എങ്ങനെയാണ് ഈ രോഗം സുഖപ്പെടുക? എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥത വിട്ടുപോകുക? എന്നിങ്ങനെയുള്ള സംശയ ചിന്തകൾ മുഴുവനോ തിരുവസ്തുവിനായ ഈശോയെ എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാമത്തെ വചനം വായിക്കുമ്പോൾ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവായ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതെ പോകാൻ കാരണം ആ ദേശത്തുണ്ടായിരുന്ന വ്യക്തികളിൽ ഏതുണ്ടായിരുന്നു? അവിശ്വാസ ചിന്തയുണ്ടായിരുന്നു, സംശയത്തിൻ്റെ മനോഭാവം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന ചോദ്യം ആ വ്യക്തിയുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ആകയാൽ ശാലം ശുശ്രൂഷയിലൂടെ ഈ ന്യൂസ് പ്രേയറിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ദൈവമേ എന്നിങ്ങനെയുള്ള സംശയ ചിന്തകളും ആകുലതകളും നമ്മിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സമയം കർത്താവിന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, മിസ്റ്റർ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ കർത്താവായ യേശുവിനോട് പിശാചി ബാധയുള്ള ഒരു വ്യക്തിയുടെ ഒരു ബാലന്റെ അപ്പൻ ഇപ്രകാരം യേശുവിനോട് പറയുന്നുണ്ട്: നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. യേശുവിനോട് ഈ പിശാചി ബാധയുള്ള ബാലന്റെ അപ്പൻ, പിതാവ്
അപേക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ അപ്പൻ, ഈ കുടുംബനാഥൻ യേശുവിനോട് ആവശ്യപ്പെടുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനത്തിൽ യേശു അതിൽ നൽകുന്ന മറുപടി ഇപ്രകാരമാണ്. യേശു പറയുന്നുണ്ട്, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് കർത്താവായ യേശു ഈ പിതാവിനോട് വലിയ ബോധ്യത്തോടെ ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തന്നിൽ അവിശ്വാസം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കുടുംബനാഥൻ വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ അപ്പം പറയുന്ന മറുപടി ഇപ്രകാരമാണ്: ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവമേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇന്ന് ജോഷ പ്രേയറിൽ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഈ അപ്പൻ പറഞ്ഞതുപോലെ ഏറ്റുപറയാൻ സാധിക്കണം. എന്റെ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഈ COVID-19 എന്ന് പറയുന്ന ഈ വലിയ പകർച്ചവ്യാധിയിലൂടെ മനുഷ്യജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും അതിൻ്റെതായ ചില അസ്വസ്ഥതകളുണ്ട്. വരുമാന മാർഗങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ, ജോലി മേഖലയിൽ നിരവധിയായ തകർച്ചകൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ നമ്മൾ ചുമക്കുന്നുണ്ടാകാം. ഈ വലിയ പ്രതിസന്ധിയുടെ ഈ സാഹചര്യത്തിൽ അനേകം കുടുംബങ്ങളും വ്യക്തികളും ചോദിക്കുന്ന ചോദ്യം, ദൈവമേ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തകർച്ചയിൽ നിന്ന്, ഈ അസ്വസ്ഥതയിൽ നിന്നൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമോ എന്ന് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. കടന്നു വരുമെന്ന് വിശ്വസിക്കണം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ അപ്പം പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന്. അതുകൊണ്ടൊരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, മറിയം ചോദിച്ച ചോദ്യം പോലെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുവെങ്കിൽ, ദൈവമേ, ഇന്നെങ്ങനെ സംഭവിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ, സംശയ ചോദ്യങ്ങൾ, അവിശ്വാസ ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവായ യേശു ഈ സമയം പ്രത്യേകമായി എടുത്തു മാറ്റാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കരങ്ങൾ ശിരസ്സിൽ വെച്ചുകൊണ്ടോ ഒരു വിടുതൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ദൈവസ്തുര്യവനായ ഈശോയെ നമുക്ക് നോക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ സമയം എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? മറിയം ചോദിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ, അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവമേ, ഇതെല്ലാം എന്നാണ് പരിഹരിക്കപ്പെടുമോ? ഇതെല്ലാം ദൈവത്തിന് സുഖപ്പെടുത്താൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള സംശയം, അവിശ്വാസ ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വലിയ അഭിഷേക ഭവനങ്ങളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിശ്വാസം മാറി വിശ്വാസമുള്ള ഭവനങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ വരുന്ന സമയം, ഓ ദൈവമേ, ഓ ദൈവമേ, ഓ പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വിശ്വാസത്തിന്റെ, അഭിഷേകത്തിന്റെ വ്യക്തികളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, തകർച്ചകളും പ്രതിസന്ധികളും രോഗങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും അലട്ടുമ്പോൾ, ദൈവമേ, ഇതിന് പരിഹാരം ഉണ്ടാകുമോ? പരിഹാരം സംഭവിക്കുമോ? ഇതിൽ മാറിപ്പോകുമോ എന്നിങ്ങനെയുള്ള സംശയത്തിന്റെ ചിന്തകളെയും അരൂപികളെയും ഇന്നിങ്ങനെ സംഭവിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെയും ദൈവമേ ഏറ്റെടുക്കണമേ എന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സംശയത്തിലേക്കും ഭയത്തിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കുന്ന പൈശാചികമായ ശക്തികളെയോ അരൂപികളെയോ ഈ നിമിഷം യേശുനാമശക്തിയാൽ, യേശുകുരിശനാൽ, ഈശോയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ നിമിഷം കുടുംബങ്ങളെ സംഭവിക്കട്ടെ എന്ന് യേശുനാമത്തെ കൽപ്പിക്കുന്നു, ചേർന്ന് വിളിക്കുന്നു. യേശുവേ,
അലറബിസ് 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 അലറബിസ്. ശക്തിയോടെ അഭിഷേകത്തോടെ ചേർന്ന് വിളിക്കുന്നു യേശുവേ. അലറബിസ് അലറബിസ് യേശുവേ 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 അലറബിസ് യേശുവേ അലറബിസ് 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 അലറബിസ്. യേശുവേ കരങ്ങളടിച്ച് ശക്തമായിട്ട് കരങ്ങളടിച്ചുകൊണ്ട് വലിയൊരു വിടുതൽ കർത്താവ് നമുക്ക് തരുന്ന സമയം എല്ലാ വ്യക്തികള് സാധിക്കുന്ന എല്ലാ വ്യക്തികള് കരങ്ങളടിച്ചുകൊണ്ട് യേശുവിൻ നാമത്തെ വിടുതൽ. ദൈവമേ, സ്വർഗം തുറക്കുന്ന സമയം, ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയം. മറിയെ ചോദിച്ചതുപോലെ, മറിയെ സംശയിച്ചതുപോലെ, ദൈവമേ ഇതെങ്ങനെ സംഭവിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോരോ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും വ്യാധികളിലും രോഗങ്ങളിലും തകർച്ചകളിലും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉയർന്നു വരുന്നുവെങ്കിൽ കർത്താവെ അവിശ്വാസ ചിന്തകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഒരു പുതിയ ഒരു അഭിഷേകം, ഒരു പുതിയ കൃപ ഞങ്ങൾക്ക് തന്ന് നിങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ചേർന്ന് പാടുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ തിരുക്കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ, പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ചേർന്ന് വിളിക്കുന്നു യേശുവേ. ശക്തിയോടെ അഭിഷേകത്തോടെ ചേർന്ന് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മാവെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അഭിഷേകം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ ചിന്തകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും എന്റെ കുടുംബത്തിൽ ഓരോരുത്തരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും എന്റെ കുടുംബങ്ങൾ വിശ്വാസമുള്ള ദൈവാശ്രയ ബോധമുള്ള കുടുംബങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് അഭിഷേകത്താൽ എന്റെ കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന് ദൈവമേ പ്രാർത്ഥിക്കുന്ന സമയം എല്ലാ വ്യക്തികളും വീണ്ടും 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 ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവേയും അനേകം വ്യക്തികൾ അവിശ്വാസ മേഖല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ഈ സമയം സ്പർശിക്കുന്നുണ്ട്. അതിശക്തമായി ഇവിടുന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കൂട്ടുകരങ്ങളോടെ തിരുവസ്തുരുവനായ ഈശോയെ നമുക്ക് നോക്കാം. എൻ്റെ കുടുംബത്തിൽ അവിശ്വാസമുള്ള വ്യക്തികളുണ്ട് ദൈവമേ. അവരുടെ അവിശ്വാസ മേഖലയിൽ അവിടുന്ന് ഈ നിമിഷം കടന്നു വന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുക. ഞങ്ങൾ ഒന്നേർന്ന് അങ്ങേ ആരാധിക്കുക. തിരുവസ്തുരുവനായ ഈശോയെ ഒരു ഗാനം ആലപിച്ച് ഒന്നേർന്ന് നമുക്ക് ആരാധിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയെ നോക്കിക്കൊണ്ട് വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയമാണെന്ന ബോധ്യത്തോടെ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 അഭിഷേകത്തോടെ വീശിക്കൊണ്ട് നോക്കിക്കൊണ്ട്
ചെറുപാട് ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ അഭിഷേകത്തോടെ ഹല്ലേലൂയ ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ കരകതാത്തി അടിച്ചുകൊണ്ട് തിരുവസ്തുര്യമായി ഈശോയെ നോക്കിക്കൊണ്ട് കരഘോഷത്തോട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന സമയം ഈശോയെ ഞങ്ങൾ ഒന്നേർന്ന് ആരാധിക്കുകയാണ്. ഈശോയെ ഞങ്ങൾ ഒന്നേർന്ന് അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ നിയമാനുഗ്രഹമുള്ള വിശ്വാസമുള്ള അഭിഷേകത്തിന്റെ കുടുംബമായി രൂപാന്തരപ്പെടുത്തുന്ന വലിയ നിമിഷത്തെ ഓർത്ത് ഈശോയെ ഒന്നേർന്ന് നിങ്ങൾ ആരാധിക്കുന്ന ഈശോയെ നന്ദി പറയുന്ന ഈശോയെ ശബ്ദപാട ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊണ്ട് ദൈവപിതാവേ ആമേൻ. സ്നേഹതാതനേ ആമേൻ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശബ്ദപാട പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ 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 ആമേൻ. ശക്തിയോടെ പാടുന്നു ഹല്ലേലൂയ 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 അഭിഷേകത്തോടെ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം ഹല്ലേലൂയ അഭിഷേകം ഹല്ലേലൂയ ആമേൻ. സ്തുതിക്കുന്ന എല്ലാ വ്യക്തികളെ സ്തുതിക്കുക യേശുവേ 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 എന്ന് സ്തുതിക്കണം. നീ അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അവിശ്വാസത്തിന് ബന്ധനങ്ങൾ വിട്ടുപോകുന്ന സമയം നീ കൃപ നമ്മിലേക്ക് കവിഞ്ഞൊടുക്കുന്ന സമയം ദൈവം മകനും മകളുമായി മാറുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ഉയർത്തുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് അഭിഷേകത്തിന്റെ ഭവനങ്ങളായി മാറ്റുന്ന സമയം എല്ലാ വ്യക്തികളും സ്തുതിക്കട്ടെ യേശുവേ 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 എന്ന് സ്തുതിക്കട്ടെ ശക്തിയോടെ സ്തുതിക്കട്ടെ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓ കർത്താവേ ഒരു ജീവിതത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ഭവനങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം കുടുംബത്തിൽ ഓരോ വ്യക്തിയും കാഴ്ചവെക്കുകയും ഗർഭസ്ഥ ശിശുക്കളെ കാഴ്ചവെക്കുകയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കാഴ്ചവെക്കുകയും യുവാക്കളെ കാഴ്ചവെക്കുകയും വാർദ്ധക്യമെന്നവരെ കാഴ്ചവെക്കുകയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാഴ്ചവെക്കുകയും സഹോദരങ്ങളെ കാഴ്ചവെക്കുകയും അയൽക്കാരെ കാഴ്ചവെക്കുകയും ബന്ധുജനങ്ങളെ കാഴ്ചവെക്കുകയും എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് വിളിക്കുന്നു യേശുവേ ശക്തിയോട് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. സ്നേഹമുള്ളവരെ തിരുവസ്തുരൂപനായി ഈശോയെ നമുക്ക് നോക്കാം. ഒരു നിമിഷം കരങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂപ്പിപ്പിടിക്കാം. ജോഷ പ്രേയറിന്റെ ഈ ദിവസത്തെ തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ തിരുവചനം ഇന്നേ ദിവസം എല്ലാ ദൈവമക്കളും 50 പ്രാവശ്യമെങ്കിലും ഈ വചനം വീണ്ടും വീണ്ടും ഉരുവിട്ട് പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾ ഒരുമിച്ചും ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ അഭിഷേകവും വിടുതലും വെളിപ്പെടും. ഈ ദിവസത്തെ വചനം നമുക്ക് ഊപ്പ് കരങ്ങളോടെ തിരുവസ്തുരൂപനായി ഈശോ നോക്കിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക.
യേശയ്യാ പ്രവാചകന്റെ പുസ്തകം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ മന്ദിരത്തെ സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കുകയും യേശുവേ ഈ മന്ദിരം ഈ ദിവസം ഒരുപെട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവേ വലിയ അഭിഷേകത്തിന്റെ ഭവനങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും വചനം വഴി വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വചനം വഴി അഭിഷേകം വ്യാപരിക്കാൻ പ്രാർത്ഥിക്കും വചനം വഴി സൗഖ്യം വഴിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്ന വ്യക്തികൾ മുട്ടുകൊത്തി കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോ തരുന്ന ആശീർവാദം ഈ സമയം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും ഉരിയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മുക്തിനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.